ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ വീഡിയോയിൽ വരുന്നത്, വേറൊരാൾ കൂടിയുണ്ട്. പിന്നെന്താ വിശേഷം? പിന്നെ നമ്മുടെ 7-ാം മാസത്തെ കൂട്ടിക്കൊണ്ടുവരൽ, വളകാപ്പ്, ആ ചടങ്ങ് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു. പിന്നെ തീർന്നിട്ട വളയാണ്. ഞാൻ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. വീഡിയോ ഒന്നും എൻ്റെ ഫോണിലേക്ക് വന്നിട്ടില്ല. കുറച്ച് ഫോട്ടോസൊക്കെ ഉള്ളൂ. പിന്നെ ഒരു ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോ ഇനി എൻ്റെ സിസ്റ്ററുടെ കയ്യിലാണ്. അപ്പോൾ 2 മിനിറ്റിന് കൂടുതലുണ്ടാവില്ല. ഇപ്പോൾ വാട്സപ്പ് വഴി അത് ഷെയർ ആവുന്നില്ല. അപ്പോൾ ഇനി അടുത്തോളം കിട്ടുമ്പോൾ വേണം ബ്ലൂടൂത്ത് വഴി വാങ്ങിയെടുക്കാനായിട്ട്. എന്നിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഭയങ്കര ചൂടാണ്. പിന്നെ കുഴപ്പമൊന്നുമില്ല, കുറച്ച് ചെറിയൊരു ക്ഷീണമൊക്കെ വരുന്നുണ്ട്. പിന്നെ അങ്ങനെ കുഴപ്പമില്ലാണ്ട് പോകുന്നു. ഇപ്പോൾ ചെറുതായിട്ട് തൊണ്ടവേദനയുണ്ട്, തൊണ്ടയിൽ കിച്ചുണ്ട്. ചൂടായ കാരണം എപ്പോഴും ഞാൻ തണുത്ത വെള്ളം കുടിക്കുന്നത്. തിളപ്പിച്ച വെള്ളം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പാക്കിയിട്ട് നല്ല തണുത്ത വെള്ളമാക്കിയിട്ട് അതാണ് ഞാൻ കുടിക്കുന്നത്. അങ്ങനെ കുടിക്കുന്ന കാരണം തൊണ്ടയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. തൊണ്ടയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ പറ്റി പറയാം. ഇന്നിപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ വേറൊരാൾ കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ആളെ ഒന്ന് മേക്കപ്പല്ല ഒരു വർഷമായി ആളെ ഒന്ന് കളർ ചെയ്തിട്ട്. അപ്പോൾ ആളെ ഒന്ന് സെറ്റാക്കി എടുക്കണം. പിന്നെന്താ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആൾ, കാണാനുണ്ടോ? ഒരു വർഷമായപ്പോൾ നമ്മൾ കളർ ചെയ്തിട്ട് കളറൊക്കെ ഫുള്ളായിട്ട് മങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കളറിങ്ങിലേക്ക് പോവാം. എന്തൊക്കെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെയിൻ്റ് ഉണ്ട്. വയ്ക്കാൻ വേണ്ടി കാണിച്ചില്ല കേട്ടോ. ഒരു 4 കളറാണ് കേട്ടുള്ളത്. അമ്മയുടെയാണ്. ഇത് പച്ചയുണ്ട്, ഇതുപോലത്തെ ഒരു ഇതേയുള്ളത് നിയോൺ ഓറഞ്ച്, നിയോൺ ഗ്രീൻ, നിയോൺ പിങ്ക്. നമ്മുടെ കയ്യിൽ ഈ 4 കളർ പെയിൻ്റ് ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ കയ്യിൽ പഴയ ഒരു കണ്ണിനെ തന്നെ കളർ ചെയ്യാൻ യൂസ് ചെയ്യണ പഴയ ഒരു വാട്ടർ കളർ സെറ്റും ഉണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ ഇത്രയും ബ്രഷസ് ഉണ്ട്, 6 ബ്രഷ് ഉണ്ട്. പിന്നെ വെള്ളം കഴുകാനായിട്ട് വെള്ളം. അപ്പോൾ പെയിൻറ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ പെയിൻറ്റിങ് തുടങ്ങി കേട്ടോ. ആദ്യം ഞാൻ കസേരയിൽ ഇരുന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എനിക്ക് അധികം നേരം അതിലിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ താഴെ ഇറങ്ങിയിരിക്കുമ്പോഴാണ് എനിക്ക് നിലത്തിരിക്കുമ്പോഴാണ് ഇപ്പോൾ എനിക്കൊരു എന്താ പറയുക, ഒരു കംഫർട്ടായിട്ട് തോന്നണേ. കസേരയിലിരിക്കുന്നതിലും നല്ലത് നിലത്ത് ചമ്മടം പടിഞ്ഞിരിക്കുമ്പോൾ. അങ്ങനെ പെയിൻറ്റിങ് തുടങ്ങി. ആദ്യം ഞാൻ മാലയ്ക്കാണ് കൊടുത്തത് കേട്ടോ. പച്ച കളറാണ് ഞാൻ കൊടുത്തത്, നിയോൺ ഗ്രീൻ. അതുപോലെ ഓടക്കുഴലിലും അത് സെയിം കളർ തന്നെ കൊടുത്തു. ആകെ പെയിൻ്റ് എന്ന് പറയുമ്പോൾ നല്ല ഇടിവെട്ട് കളറായിട്ട് പെയിൻ്റ് ആയിട്ടുള്ളത് 4 എണ്ണേ ഉള്ളൂ. 4 പെയിൻ്റാണുള്ളത്. നിയോൺ ഗ്രീൻ, പിങ്ക്, പിന്നെ യെല്ലോ, പിന്നെ ഏതാ നിയോൺ ഓറഞ്ച്. അപ്പോൾ കിരീടത്തിന് ഞാൻ നിയോൺ പിങ്കാണ് കൊടുത്തത്. പിന്നെ ഇത് തലമുടിക്ക് ഞാൻ വാട്ടർ കളറിന്ന് ബ്ലൂവും, അതിൽ ചില കളറൊന്നും ഇല്ല കേട്ടോ, ബ്ലാക്കൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ബ്ലൂവും വയലറ്റും കൂടി മിക്സ് ചെയ്ത് അങ്ങനെ മുടിക്ക് കറുപ്പ് കൊടുത്തു. പിന്നെ കിരീടത്തിന് അങ്ങനെ മഞ്ഞ കുത്തുകുത്ത് കൊടുത്തു. പിന്നെ ബാക്കിലത്തെ ചക്രത്തിനും ഞാൻ നിയോൺ ഓറഞ്ചാണ് കൊടുത്തത്. പിന്നെ താഴെ ചേലയ്ക്ക് മഞ്ഞ കളർ കൊടുത്തു, നിയോൺ യെല്ലോ കൊടുത്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സ്കൈ ബ്ലൂ കൊടുത്തു. പിന്നെ ഷാളിന് നിയോൺ പിങ്ക് കൊടുത്തു. പിന്നെ കണ്ണും ചുണ്ടിനും ഒക്കെ കളർ കൊടുത്തു. അപ്പോൾ തന്നെ കൃഷ്ണൻ ചിരിച്ചു തുടങ്ങി. അങ്ങനെ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞ് കണ്ണിന് ഒരു തുളസിമാലയൊക്കെ ചാർത്തി കൊടുക്കുമ്പോൾ എന്താണെന്നറിയില്ല, വീടിനും അത് കാണുമ്പോൾ നമുക്കും ഒരു പോസിറ്റിവിറ്റിയാണ് കേട്ടോ. അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. 2-3 ദിവസം നമ്മളങ്ങനെ ഫുൾ കണ്ണിനെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം മനസ്സിന്. അപ്പോൾ നീണ്ട 2 മണിക്കൂർ ശേഷം ഞാൻ ഫുള്ള് പെയിൻ്റ് അടിച്ചു കേട്ടോ. എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല, കണ്ടിട്ട് പറയേ.
ഭംഗിയുണ്ടോ? ഓക്കെ, അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ അന്നത്തെ വീഡിയോ. ചാച്ചാ ബൈ. ഈ മേശയിലാണ് നമ്മൾ വിളക്ക് വയ്ക്കാറ്. കണ്ണനെ അവിടെയാണ് ഇരുത്താറ്. അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വ്യൂ വരുന്നത്. താങ്ക് യു.